ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ദോശയാണ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ നമുക്ക് സാമ്പാറിന് ഇന്ന് വലിയ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല. നമ്മൾ പരിപ്പും തക്കാളി സവോള ഇത്രയാണ് ഉപയോഗിക്കുന്നത്. പരിപ്പ് നമ്മൾ കഴുകിയെടുത്ത് അതിലേക്ക് നമ്മൾ സവോളയും തക്കാളിയും കൂടി അരിഞ്ഞിട്ടു. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കറിവേപ്പില ഇട്ടു കേട്ടോ. കറിവേപ്പില ഇട്ടിട്ട് പിന്നെ നമുക്ക് എന്ത് ഇടണം, പൊടികളൊക്കെ ഇടണം. കുറച്ച് മുളക് പൊടി ചേർത്തു, ഒരു സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇടണം. ഞാൻ സ്പൂണിലൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്, ഒരു അളവ് വെച്ചിട്ട് അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു സാമ്പാർ പൊടി നമ്മുടെ പാക്കറ്റ് തീർന്നു. ആ പാക്കറ്റ് തീർന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് 2 സ്പൂണൊന്നും നോക്കിയില്ല, ഉണ്ടായിരുന്ന സാമ്പാർ പൊടി ഇട്ടു. പിന്നെ ഉപ്പിടാൻ മറന്നു പോകരുത്, ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തു. ഇനി നമുക്കെന്താ, കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമ്മളതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളൊന്ന് വട്ടത്തിൽ കറക്കി എടുത്താൽ മതി ആ കുക്കറിൻ്റെ പിടിയെ പിടിച്ചിട്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഇച്ചിരി 2 സ്പൂൺ ഓയിലും കൂടി എല്ലാം ചേർത്ത് കൂടെ വെച്ച് എല്ലാം ഒന്ന് നല്ല പോലെ കൂട്ടി ഇളക്കി നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഇപ്പോൾ ഒരു വിസിൽ നമുക്കൊരു 2-3 വിസിൽ 4 വിസിലടിച്ചാൽ നല്ലപോലെ പരിപ്പ് അങ്ങ് വെന്തുടഞ്ഞ് കിട്ടും. നമുക്ക് പരിപ്പ് നല്ല വെന്തുടഞ്ഞ് കിട്ടിയാലാണ് ആ ഒരു കൊഴുപ്പ് കറക്കി കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 4 വിസിലിന് വേണ്ടിയിട്ട് വെച്ചു. അപ്പം പരിപ്പ് വേകുമ്പോഴത്തേക്കും നമുക്കിനി ഒരു കുഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കാം. കുറച്ച് ചമ്മന്തി, കാരണം സാമ്പാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ നമ്മൾ കാന്താരിമുളകും കറിവേപ്പിലയും കുറച്ച് ഉപ്പും മാത്രം ചേർത്താട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടി ഒന്ന് ഊറ്റിയെടുത്ത് നമ്മൾ ഒഴിച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഉപ്പ് ആവശ്യത്തിന് ആയിട്ടില്ലെങ്കിൽ, നമ്മുടെ പാകത്തിന് ആയില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ അകത്തൊന്ന് ഒഴിച്ച്, കടുകൊന്നും വറുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഒരു ഇച്ചിരി ചമ്മന്തി എന്ന് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. ഇനി അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പും നമ്മുടെ തക്കാളിയും വേഗം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സാമ്പാറിലേക്ക് നമ്മളൊരു ഇച്ചിരി പുളിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് സാമ്പാറിന്. ഇവിടെ പുളി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പുളി ഇപ്പോൾ വെള്ളത്തിലിട്ടു. ഇനി നമുക്ക് ദോശ ചുടാൻ തുടങ്ങണം. കാരണം ഇന്ന് നമ്മൾ ഞാനിവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്, ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ഇന്ന് എനിക്കും മോനും ലഞ്ചും എന്താണ്, നമ്മൾ ദോശയും സാമ്പാറും ചട്നിയും തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ചധികം ദോശ ഉണ്ടാക്കണം. അതുകൊണ്ട് മൂത്ത ആൾക്ക് ഇന്ന് ക്ലാസ്സില്ല, അവൻ 9ൽ എക്സാമൊക്കെ കഴിഞ്ഞു, 10ലേക്ക് കയറി. അപ്പോൾ അതുകൊണ്ട് ഇളയാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പോകുന്നത് സെയിം സ്കൂളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ദോശ ചുടാൻ നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഉഴുന്നും അരിപ്പൊടിയും കൂടെ ചേർത്താൽ ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദോശയ്ക്ക് ഒരു ഇച്ചിരി ഭംഗിക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദേ കിച്ചു വന്ന് ദോശയ്ക്ക് റെഡി ആയിട്ടിരിക്കുക, ചൂട് ദോശയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് ഇളയാൾ. അപ്പോൾ നമ്മുടെ ദോശ നല്ല മൊരിഞ്ഞു വന്നു. നമുക്ക് ദോശ മാറ്റാം. ഇനി കുറച്ച് ദോശ അങ്ങ് ചുട്ടെടുക്കാം. ദോശ വീണ്ടും അങ്ങോട്ട് നമുക്ക് ചുട്ടെടുക്കാം. പെട്ടെന്ന് കല്ല് ചൂടായാൽ പിന്നെ ദോശ എന്താണ്, വേഗം ആകും അല്ലേ. ദോശ രാവിലെ ചുട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരിച്ചിരി പാടാണ്. പിന്നെ പെട്ടെന്ന് ആയിക്കോളും ദോശ അല്ലേ. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ പരട്ടി അങ്ങ് കൊടുത്താൽ നല്ല ഹെൽത്തിയാണ്, അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ദോശ നമ്മൾ കല്ലേന്ന് എടുത്ത് നേരെ പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല ചൂടോടെ ആ ക്രിസ്പി ആയിട്ടിരിക്കുന്ന പരുവത്തിൽ തന്നെ കഴിക്കണം. അതാണ് ദോശയ്ക്ക് എപ്പോഴും ടേസ്റ്റ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ചട്നിയും സാമ്പാറും എല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ച പരിപ്പും തക്കാളിയും സവോളയും റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്ത്. ഇനി നമുക്കതിനെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശ അവിടെ മാറി നമുക്ക് ഒഴിച്ചുകൊണ്ടിരിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സാമ്പാറും കൂടി റെഡിയാക്കണം. എന്നാലാണ് നമുക്ക് 8:30 ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 9 ആകുമ്പോഴത്തേക്കും നമുക്ക് സ്കൂളിൽ ചെല്ലണം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആ പുളി ചേർക്കണം. പുളി നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ആ പുളി. അപ്പോൾ പുളി ചേർക്കണം. അപ്പോൾ സാമ്പാർ നല്ല ഒന്ന് തവിയുടെ ആ ഒരു അടിഭാഗം കൊണ്ട് നല്ലപോലെ ഒന്ന്
കുത്തി ഉടച്ചങ്ങോട്ട് കൊടുക്കണം. നിങ്ങൾ ഇതുപോലത്തെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? കാരണം സാമ്പാറിന് വേണ്ടതായ കഷ്ണങ്ങളൊന്നുമില്ല, സാമ്പാറെന്ന് പറയാൻ പറ്റില്ല, ഒരു പരിപ്പ് തട്ടിക്കൂട്ട് സാമ്പാർ കറി. അപ്പോൾ നമ്മൾ ആ പുളിവെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർക്കണം, കാരണം ഇപ്പോൾ പരിപ്പ് ഉടച്ച് കഴിഞ്ഞപ്പം അത് നല്ല കുറുകി വന്നു. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി സാമ്പാറിൻ്റെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇനി നമുക്ക് സാമ്പാറൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. തിളച്ച് കഴിയുമ്പോഴാണ് ഇനി നമ്മളിതിലേക്ക് കടുക് വറുത്ത് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്തിന്, ഇത് തിളയ്ക്കുന്ന സമയത്തിന് നമ്മുടെ ബാക്കി ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കാം. ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു ദോശ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ സാമ്പാർ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി സാമ്പാർ തിളച്ചു. ഇനി അതെടുത്ത് മാറ്റി നമുക്കതിലേക്ക് കടുക് താളിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കടുകും ഉലുവയും കറിവേപ്പിലയും നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്താണ് നമ്മൾ കടുക് വറുക്കുന്നത്. നല്ല എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. കടുക് പൊട്ടിച്ചാലാണ് അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ഒറ്റക്കൈയിൽ ഫോണും പിടിച്ച് മുളക് മുറിക്കാനുള്ള അഭ്യാസമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുളക് കണ്ടിക്കാൻ നോക്കുമ്പോൾ ഫോൺ ഒരു വഴിക്ക് പോകും. അപ്പോൾ നമ്മുടെ മുളക് പലതായിട്ട് തെറിച്ച് പല വഴിക്ക് പോയി. പിന്നെ ഞാൻ അതിനെയെല്ലാം പറക്കി കൂട്ടിയിട്ടു. എന്തൊരു പാടാല്ലേ, ഈ വീഡിയോ പിടിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം അല്ലേ. ഇതിപ്പോൾ ഞാൻ ഒറ്റക്കൈയിൽ അഭ്യാസമാണ്, ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ മുളക്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ടു. നല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കളറും ഉണ്ട്, നല്ല മണവും ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ മൂത്ത് വരട്ടെ ഒന്ന്, കാരണം ഇളക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഒരു കയ്യിൽ ഫോണാണ്, ഒരു കയ്യിൽ ദോശ ഞാൻ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡിയായി. ഒഴിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മൾ ഇതിൻ്റെ അകത്തുള്ളത് കടുക് വറുത്തത് ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ അകത്തുള്ളതെല്ലാം കൂടി ഇങ്ങ് പോരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ആ കറി അതിലേക്ക് ഒഴിച്ചിളക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ പരിപാടി? എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ദോശയും ചമ്മന്തിയും സാമ്പാറും റെഡിയായിട്ടുണ്ട്. ദോശ കുറച്ചും കൂടി നമുക്ക് വേണം. ഇനി നമ്മൾ കുറച്ച് കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത്, കാരണം കിച്ചുകൂട്ടന് കുട്ടി ദോശയാണ് ഇന്ന് ഉച്ചക്കത്തേക്ക്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള കുട്ടി ദോശ ദേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പോൾ കുട്ടി ദോശ ഒഴിച്ചിട്ട് നമുക്ക് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. മക്കൾക്ക് നമ്മൾ പല ഷേപ്പിലൊക്കെ ദോശ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. പൂച്ചയുടെ ഷേപ്പിലും മുയലിൻ്റെ ഷേപ്പിലും ഒക്കെ ദോശ ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരുണ്ട്. കാരണം അവരെങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ. ഇവിടെ ഉള്ളവർക്ക് ദോശയൊന്നും പൊതുവേ ഇഷ്ടമല്ല. പിന്നെ ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടെങ്കിൽ ദോശ കഴിക്കാൻ ഇഷ്ടമാണ്. അവർക്ക് ചപ്പാത്തിയും പൂരിയൊക്കെയാണ് കൂടുതൽ താല്പര്യം. പക്ഷെ എന്നും നമുക്കത് രാവിലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടി ദോശ മറിച്ചിട്ടു. കുട്ടി ദോശ മറിച്ചിട്ടിട്ട് നമുക്ക് അവന് ഇതൊന്ന് റെഡിയാക്കാം, കാരണം ദോശ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ദോശ റെഡിയാക്കി വെച്ചിട്ട് നമുക്കവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ആ ദോശയെല്ലാം ചൂടോടെ തന്നെ എടുത്ത് വെച്ചു. അവനുള്ള സാമ്പാറും കൂടി നമുക്ക് എടുത്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ സാമ്പാറും കൂടി അവൻ്റെ പാത്രത്തിലേക്ക് ഒഴിക്കാം. കറിപ്പാത്രത്തിലേക്ക് സാമ്പാറും കൂടി ഒഴിക്കും. ഇന്നിപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാമ്പാർ ഇഷ്ടമാണ്. കാരണം കഷ്ണങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് നിന്ന് ആ കഷ്ണങ്ങളൊക്കെ പറക്കി മാറ്റി വെക്കും. ഇല്ലെങ്കിൽ പാത്രത്തിൽ അടിയിൽ ലഞ്ച് ബോക്സ് കഴുകിയില്ലെങ്കിൽ അതിൻ്റെ അകത്ത് കാണും. അപ്പോൾ നമ്മൾ ചായയും കൂടി വേണമല്ലോ, എന്നാലല്ലേ പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരടുപ്പിൽ നമ്മൾ ചായ എടുത്തു. ഇനി അവനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു ദോശയെ കഴിക്കുകയുള്ളൂ രാവിലെ. അപ്പോൾ ദോശ എടുത്തു. ചട്നി ഒരു ഇച്ചിരി മതി എന്ന് പറഞ്ഞു. കാന്താരി അരയ്ക്കണം കണ്ടപ്പോൾ എരിവാന്നും പറഞ്ഞിട്ടാണ് ഇച്ചിരി മതി എന്ന് പറഞ്ഞത്. പക്ഷെ ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ, ഒത്തിരി മൂക്കാത്ത കാന്താരിയായിരുന്നു. സാമ്പാർ ഒഴിച്ചു. ഇനി നമുക്ക് അവന് കഴിക്കാം. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചായക്ക് നല്ല കടുപ്പം വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചായ ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ച് വെച്ചു. അതിൽ തേയിലപ്പൊടി എല്ലായിടത്തും ഒന്നായി, അതൊന്ന് നല്ല കടുപ്പമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ തിളയ്ക്കട്ടെ, കാരണം കടുപ്പത്തിൽ ചായ കുടിച്ചാലേ രാവിലെ ഫുൾ എനർജിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ. എല്ലാവർക്കും രാവിലെ ഒരു ചായ കുടിച്ചാൽ ഒരു ഉന്മേഷമാണ്. ആ ഒരു രാവിലത്തെ ചായയിൽ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ എനർജി ചിലപ്പം ചിലർക്ക് കിട്ടും. ഇവിടെ അങ്ങനെയാണ്. എനിക്ക് രാവിലെ ഒരു ചായ കുടിച്ചാലാണ് ഫുള്ളൊരു നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് എല്ലാം ഒരു ഓക്കെ ഉള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആട്ടോ കഴിക്കുന്നത്, അല്ലാതെ നമ്മൾ രാവിലെ ഏറ്റതേ ചായ കുടി അങ്ങനെയൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മളൊരു ചായയും കൂടെ കുടിക്കും. അപ്പോൾ ചായ നമുക്ക് ആറ്റിയെടുക്കാം.
എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കും. അവരിവിടെ വരുമ്പോൾ ഞാൻ ചായ ആറ്റുന്ന കാണുമ്പം ഹോട്ടലിൽ ചായ അടിക്കുന്ന പോലെയാണെന്നും പറഞ്ഞ്. ചായക്ക് പതയം ഉണ്ടെങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ചിലർക്ക് പതയുള്ള ചായ ഇഷ്ടമല്ല, ചിലർക്ക് നല്ല പത വേണം, ചിലർക്ക് കടുപ്പം വേണം അല്ലേ. ചായ തന്നെ പലതരമുണ്ട്. അപ്പോൾ നമ്മുടെ ചായ റെഡിയായി. അപ്പോൾ ഞാൻ മധുരം ഇടാതെ കുളിക്കുന്നതുകൊണ്ട് എനിക്കൊരു 1/2 ഗ്ലാസ് ചായ എടുത്ത് മാറ്റി. പിള്ളേർക്ക് ചായ മധുരം ഇട്ട് അവിടെ എടുത്തു. അപ്പോൾ ഞാനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കഴിച്ചിട്ട് വേണം നമുക്കിനി സ്കൂളിൽ പോകാൻ റെഡിയാകാൻ. ഇതെല്ലാം എടുത്തു വെച്ചിട്ട് അപ്പോൾ നമ്മൾ ചമ്മന്തിയും സാമ്പാറും കൂട്ടി വേണം കഴിക്കാൻ. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ദോശയും ചമ്മന്തി സാമ്പാർ. അച്ഛന് നമ്മൾ വിശേഷ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ, വിഷു ഓണമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ആ സമയത്തൊക്കെ നിർബന്ധമായിട്ടും രാവിലെ വീട്ടിൽ ഇഡ്ഡലി ദോശ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ.